ഇയാൾ പ്രായത്തിൽ വെറുതെ നാട്ടുകാരെ പറയിപ്പിക്കാനായിട്ട് മതി. യൂണിഫോം ഇട്ട് ഇങ്ങനെ മൂച്ചിക്കോ. എന്ത് പണിയാ കാണിച്ചത്? ഒന്ന് നൊസ്റ്റാൾജിയ പിടിച്ച് വരില്ലേനോ? എന്നാ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ് വള്ളി ട്രോസ് ഇട്ട് റോട്ടിലൂടെ ഓർഡറാ. അല്ല ബാനു, ആ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങണോ? ഓടി 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 ഓടി. എന്താണ് രാവിലെ തന്നെ മാലാവാള എന്നൊക്കെ പറഞ്ഞു? എടാ, നിങ്ങളുടെ സ്റ്റാഫിൽ ആരുടെ കയ്യിലാണ് ഒരു ആന്റിക്ക് വളയുള്ളത്? ആന്റിക്ക് വള? ആ ഓഹോ, നമ്മുടെ സരോടെ കയ്യിലുള്ള. സരോ? സോറി, സരല്ല, സരള. എനിക്ക് വേണ്ടപ്പെട്ട സ്റ്റാഫാണ്. എന്നാലേ ആ സരോടെ കയ്യിലുള്ള ആ വളയൊന്ന് വേണം. അതുപോലെ ഒന്ന് ഉണ്ടാക്കാനാ. ബെസ്റ്റ് മോനെ, ജാട പാർട്ടിയാണ്, പ്രത്യേകിച്ച് ഈ വളന്റെ കാര്യം. ഈ ഒന്ന് റെഡി ആയി കൊടുക്കടോ, പണയം വെക്കാണെന്നല്ലോ. ആ റെഡി ആയി കൊടുക്കാന്ന് പറഞ്ഞാൽ അവളൊന്ന് ലീവാണ്. പിന്നെ ഇമാതിരി വളയുടെ കാര്യത്തൊന്നും ഞാനോടത്ത് പോകുന്ന വിചാരിക്കണ്ടേ? നടക്കൂല പറഞ്ഞു. ഓക്കെ, കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ. ആവശ്യങ്ങളൊക്കെ എല്ലാവർക്കും വരും. ഈ വാടോ, ലോകത്തില്ലാത്ത വളമൊന്നുമല്ലോ. എടാ, ഓനക്കൊരു ആവശ്യം വന്നപ്പോൾ ഡ്യൂട്ടി കടൽ ഞാൻ വന്നില്ലേ? അത്രക്കൊന്നും ഇല്ലല്ലോ. എടോ ബാനു, നീ പെണങ്ങളടോ. നിനക്ക് ആ മോഡൽ കിട്ടിയാ പോരെ? അവളുടെ ഹസ്ബൻഡ് ഉണ്ട്, പുരുഷോത്തം നായർ. ആളെ വിളിക്കാം. പൊളിറ്റീഷ്യനാ? ആളെ വിളിച്ചാൽ സെറ്റ് ചെയ്യാം പോരെ? ചങ്ങായിമാരാ എങ്ങനെ വേണം? ശരി സരോ തരോ? ശരി. ആ സാറോ ചേട്ടോ വീട്. വാ, പരിചിത്ത് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കാര്യങ്ങൾക്ക് ഒരു നേക്കിൽ അവതരിപ്പിക്കണം. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ആ നേക്കില്ല, ഞാൻ സംസാരിച്ചോളാം. എന്തായാലും വേണ്ടില്ല, എനിക്ക് സാധനം കിട്ടിയാൽ മതി. എന്താടാ കാണുന്നത്? സെറ്റപ്പാണ്. വീട്, വണ്ടി. പുരുഷോത്തമൻ നായർ. ആ, പ്രജിത്ത് പറഞ്ഞില്ലായിരുന്നോ? ആ, പോലീസ്. ആ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് ഊരാൻ കഴിയൂല. ഊരാൻ പറ്റൂലേ? അതെന്താ? ഇത് കണ്ട, ഇത് കണ്ട, പ്രണയമുറിവുകൾ വേറെ ഉണ്ട്. മതി മതി. പ്രേത്ത് പറഞ്ഞ ടീംസാ, നിന്റെ വള കാണാൻ വേണ്ടി മാത്രം വന്നതാ. ചായ വേണ്ടല്ലോ അല്ലേ? വേണ്ട, ഈ വളയൊന്ന് കാണാനായിരുന്നു. ആ, കാണിച്ചു കൊടുക്ക്. ഇത് അറബിയല്ലേ? അറബി? ആ, കാണിച്ചു. ഇത് അറബിയൊന്നുമല്ല. ഒന്ന് നോക്കട്ടെ നോക്കട്ടെ. കാണിച്ചു. ഒരു ഡൗട്ടും വേണ്ടത് അറബിയാ. ഇത് അറബിയാ? ഇത് അറബിയാ? അത് അറബി തന്നെ, 100% അറബിയാ. എടോ, ഇത് സംസ്കൃതം. എന്റെ അമ്മമ്മ മരണക്കിടയ്ക്ക് വെച്ച് എനിക്ക് ഊരി തന്നതാ. അപ്പൊ എന്റെ വിദ്യാഭ്യാസത്തിന് ഒരു വിലയില്ലേ? നോക്കട്ടെ. കൈ കയറി പിടിക്കുന്നു. സോറി, സമ്മതമില്ലാതെ ആര് തൊട്ടാലും അവൾ പ്രതികരിക്കും. അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ. പിന്നെ നമുക്ക് ആ വളയുടെ ഒരു ഫോട്ടോ കിട്ടുമോ? അതിൻ്റെ മോഡൽ ഉണ്ടാക്കാനായിരുന്നു. അതിപ്പോൾ ഇനി നമുക്ക് എടുക്കാം. അല്ല, എന്താ അറബീൻ്റെ അർത്ഥം? അർത്ഥമൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ആ വള ഊരാനുള്ള എന്തെങ്കിലും ആണെങ്കിലോ? നിങ്ങൾക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നമ്മളെ ചെങ്ങാൻ്റെ ഒരു സ്ഥലമുണ്ട്, പണ്ഡിതനാ, മൂപ്പർക്ക് അറിയാൻ പറ്റും. ഹാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മൂപ്പരെയും കൂട്ടിയിട്ട് വാ. അന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. എന്തേ? ആ, പിന്നെ അങ്ങനെ ആക്കാം. അല്ലേ? ആ, ശരി ശരി ശരി. ബാനു, ആ ആ ലാശക്കപ്പി ഞാൻ കൈവന്നിട്ടാട്ടോ. ആ കൈ കൊണ്ട് ഒന്നും കിട്ടിയില്ലേ? കയറിക്കോ. മുസ്തോ, ആ വളയിൽ എന്തോ ഒരു ഉടായ്പുണ്ട്.
भाई अड्डी की मकुल साफ भी नहीं किया यार. പുരിശുണ്ണൻ ഇത് എവിടെ മറന്ന നമ്മളെയൊക്കെ? നോക്കട്ടെ നോക്കട്ടെ. പുരുഷണ്ണ ഇത് കണ്ടിട്ടൊരു ആൻറ്റിക്ക് ഐറ്റം പോലെ ഉണ്ടല്ലോ. നിങ്ങൾ നൈസ് വാക്കിന് പെണ്ണുമ്പിള്ളയുടെ നൂരി വാങ്ങിച്ച് പോയി, ബാക്കിയാ നോക്കട്ടെ. വായി എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഊരാൻ നോക്കുന്നത്? ഈ വള നിന്റെ കയ്യിൽ കിടക്കേണ്ടതല്ല മോളെ. ഇമാതിരി ആന്റിക് പീസിനല്ല ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾ ആ പോലീസ് പറയുന്നത് കേട്ടാണോ ഇങ്ങനെ കിടന്ന് പഠിക്കുന്നത്? അയാൾ പറഞ്ഞ മുഴുവൻ നുണയാ. പോലീസുകാർ പറഞ്ഞത് മാത്രമാണോ നോണ? നിങ്ങളൊന്ന് മാറിയേ. മതി, ഞാൻ ചത്തിട്ടോറിയാ മതി ഇത്. മോളെ വേദനയില്ലാത്തവരെ വേറെ വഴിയുണ്ട്. ഹലോ ആ പപ്പ പറയടാ. അണ്ണാ, ആ നിങ്ങൾ ഇത് എവിടെ ഇരിക്കണ്? അയച്ചെന്ന സാധനം ഇല്ല, അത് ഒറിജിനൽ ആവാൻ ഒരു ചാൻസ് ഉണ്ടേ. നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാനൊരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. സമയം കളയാതെ വേഗം സാധനം ഊരിക്കൊണ്ട് അങ്ങോട്ട് വന്നോ. എടാ അതിന് ഈ പണ്ടാര ഊരാൻ പറ്റണ്ടേ? എന്തോന്ന് ഒരു വള ഊരാൻ പറ്റത്തില്ലെന്നോ? അണ്ണ എന്തു വേണ ഈ പറയുന്നത്? അടിച്ചു കഴിഞ്ഞാൽ കയ്യിരുന്ന് കറങ്ങുന്ന കോടികളാ കോടികൾ. സമയം കളയാതെ വേഗം ഊരിക്കൊണ്ട് വാണ. ശരി. ഒന്ന് വേഗം വാ. എന്തോ പുരുഷണോ ഇത്? ഭാര്യയൊക്കെ ആയിട്ട് വളയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പൊരുളെവിടെ പൊരുൾ?